കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവഭവനത്തിലും ദൈവ കുടുംബത്തിലും ഒരു ദൈവിക ഭരണക്രമമുണ്ട്. ഇന്ന് അനേക കുടുംബങ്ങളിൽ ആ ദൈവിക ഭരണക്രമം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അനേക കുടുംബങ്ങളിലും മക്കളാണ് ഭരിക്കുന്നത്. മാതാപിതാക്കളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അവർക്ക് അറിയാം. ഇന്ന് നാം പൊതുവെ പല കുടുംബങ്ങളിലും കാണുന്ന ഒരു യാഥാർത്ഥ്യം ആണിതെന്ന് നമുക്ക് അറിയാം. ഈ ക്രമരാഹിത്യം ദൈവഭവനത്തിലും പലപ്പോഴും നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവിക ഭരണക്രമമുണ്ട് എന്നും തൻ്റെ ഭവനത്തെ ദൈവമാണ് ഭരിക്കേണ്ടതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ദൈവഭവനത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾക്കുമുള്ള ദൈവിക വ്യവസ്ഥയാണെന്ന് നാം ഓർക്കണം. ദൈവം തൻ്റെ ഭവനത്തെ ഭരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളും ഭരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു കുടുംബത്തിൻ്റെ തല പുരുഷനല്ല, ക്രിസ്തുവാണെന്ന് നാം ഓർക്കണം. ആകയാൽ ഒരു കുടുംബത്തെ ഭരിക്കേണ്ടത് പുരുഷനോ സ്ത്രീയോ കുട്ടികളോ അല്ല, ക്രിസ്തു തന്നെ ആയിരിക്കണം. പല ക്രിസ്തീയ ഭവനങ്ങളിൽ തൂക്കിയിടാറുള്ള ബോർഡിൽ ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്ന് എഴുതിയിരിക്കുന്നത് നാം കാണാറുണ്ട്. എന്നാലും ആ ബോർഡ് തൂക്കിയിട്ടുള്ള കുടുംബങ്ങളിൽ അത് യാഥാർത്ഥ്യം ആകുന്നില്ല. ഒരിക്കലൊരു സഹോദരൻ, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ നായകനാണെന്ന് പറയുവാൻ എൻ്റെ ഭാര്യയുടെ അനുവാദമുണ്ട് എന്ന് പറയുകയുണ്ടായി. പ്രിയരെ, യഥാർത്ഥത്തിൽ പുരുഷനല്ല, ക്രിസ്തുവാണ് വീടിൻ്റെ നായകൻ. പലരും ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്ന് ബോർഡ് തൂക്കിയിടുന്നത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. അതൊരു വെറും സുരക്ഷാ നടപടിക്രമം മാത്രമാണ്. എന്നാൽ ക്രിസ്തീയ ഭവനങ്ങളുടെ നായകൻ മറ്റൊരാളാണ്. ഇക്കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. പ്രിയരെ, മനുഷ്യരുടെ അഭിപ്രായങ്ങൾ ദൈവത്തിൻ്റെ ഭവനത്തെ ഭരിക്കരുത്. പല സഭകളിലും ദൈവാധിപത്യം അല്ല, വെറും ജനാധിപത്യമാണ് കാണുന്നത്. ജനാധിപത്യം മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. USA ഇന്ത്യയിലായാലും അത് അങ്ങനെ തന്നെയാണ്. അതാണ് യാഥാർത്ഥ്യം. അത് ദൈവവചനമാണെന്ന് നമുക്ക് സധൈര്യം പ്രസ്താവിക്കാം. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദൈവവചനവും ദൈവരാജ്യവും മാത്രമാണ്. അതാണ് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക മാർഗം. അതൊരിക്കലും ജനാധിപത്യമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ജനങ്ങളുടെ ക്ഷേമത്തെ കേന്ദ്രീകരിച്ചുള്ളതല്ല. കാരണം ദൈവരാജ്യം രാജാവിൻ്റെ ക്ഷേമത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അത് രാജാതിരാജാവിൻ്റെയും കർത്താതികർത്താവിൻ്റെയും ഹിതത്തിൽ അധിഷ്ഠിതമാണ്. എല്ലാം തൻ്റെ ഇഷ്ടം ഹേതുവായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവവചനം വെളിവാക്കുന്നു. ദൈവം എല്ലാം തൻ്റെ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി സൃഷ്ടിച്ചതാണ്. ആകയാൽ ഈ ബാബിലോണിയൻ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ നാം അനുവദിക്കരുത്. ഇതിനെക്കുറിച്ച് നാം ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മുടെ അഭിപ്രായങ്ങൾ ദൈവവചനവുമായി കലർത്താൻ നാം ഒരിക്കലും ശ്രമിക്കരുത്. ബാബിലോണിൻ്റെ ഈ സ്വഭാവത്തിൽ നിന്ന് നാം ഇടം കൊടുക്കരുത്. ഈ ദിവസങ്ങളിൽ അവളിൽ നിന്നും ആ ആത്മാവിൽ നിന്നും നാം പുറത്തു വരണം. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നും പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓകാരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ എന്ന് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നു. ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സമയത്ത് യഥാർത്ഥ ദൈവമക്കളുടെ നിലവിളി അതായിരിക്കണം: ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവിൽ നിന്ന് പുറത്തു വരുവാനും വേർപെടുവാനും എന്നെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഭരിക്കപ്പെടുന്നതും നടത്തപ്പെടുന്നതുമായ സ്ഥാനത്ത് നിന്ന് ഞാൻ വ്യതിചലിച്ചു. കർത്താവെ, ഈ ദിവസങ്ങളിൽ ഈ ആത്മാവിൻ്റെ സ്വാധീനത്തിൽ നിന്നും വിമുക്തമാകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ചു പ്രതികാരം ചെയ്യുകൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ്
രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്ന് വെളിപാട് പുസ്തകം 19 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. തിരുവെഴുത്തിൽ ഹല്ലേലൂയ എന്ന വാക്ക് ഏറ്റവും അധികം ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്ന വേദഭാഗം ഇതാണ്. തിരുവചനത്തിൽ വളരെ കുറച്ച് തവണ മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ ഭൂരിഭാഗവും ഈ അധ്യായത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാബിലോണിനെ വിധിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു ആഹ്വാനം ഇവിടെ നാം കേൾക്കുന്നു. സ്വർഗത്തിൽ ഹല്ലേലൂയ എന്നൊരു ആർപ്പുവിളി ഉണ്ടായത് ഇവിടെ വായിക്കുന്നു. ബാബിലോൺ ഇപ്പോൾ ന്യായം വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സ്വർഗത്തിൻ്റെ പ്രഖ്യാപനം ഇവിടെ നാം കാണുന്നു. എന്തുകൊണ്ടാണ് ഒരു ഹല്ലേലൂയ ഘോഷം ഇവിടെ ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ നീണ്ട വർഷങ്ങളിലെല്ലാം അവൾ ദൈവവചനത്തെ വളച്ചൊടിച്ച് ദുരുപയോഗം ചെയ്തു. എന്നാൽ ഇപ്പോൾ അവളെ ദൈവൻ ന്യായം വിധിച്ചു. അതുകൊണ്ടാണ് ഹല്ലേലൂയ എന്നൊരു ആർപ്പുവിളി ഉണ്ടായത്. ഈ മണിക്കൂറിൽ സ്വർഗവുമായി ഒന്നായിരിക്കുന്ന എല്ലാവരും ഹല്ലേലൂയ എന്ന് ആർക്കും. നമ്മുടെ ജീവിതത്തിൽ ബാബിലോണിൽ നിന്ന് ഒരു പുറപ്പാടും വേർപാടും ഉണ്ടാകട്ടെ. വരും ദിവസങ്ങളിൽ ബാബിലോണിനെ ദൈവൻ ന്യായവിധിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ബാബിലോണിൻ്റെ ആത്മീയ ന്യായവിധി നടക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. കർത്താവ് ബാബിലോണിനെ വിധിക്കും. എന്നാൽ അതിന് മുൻപ് ബാബിലോണിൻ്റെ ഒരു ആത്മീയ ന്യായവിധി ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതിനു ദിനം നമ്മുടെ സ്വന്തം ജീവിതത്തെ ആത്മീയമായി വിധിച്ചും വിവേചിച്ചും ഈ ബാബിലോണിൻ്റെ ആത്മാവിൽ നിന്ന് നാം വിമുക്തമാകേണ്ടത് അനിവാര്യമാണ്. ഇത്തരത്തിൽ ദൈവാത്മാവിൻ്റെ ഒരു പരിവർത്തനം നമ്മിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇക്കാര്യത്തിൽ നാം സ്വർഗത്തോടും ദൈവത്തോടും ഒന്നാകണം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ നിർമ്മാണത്തിന് ഇത് ആവശ്യമാണ്. നാം ബാബിലോണിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആത്മീയ തലത്തിൽ ബാബിലോൺ നമ്മുടെ ജീവിതത്തിൽ നിന്നും വിധിക്കപ്പെടും. അപ്പോൾ നാം സ്വർഗത്തോട് ചേർന്ന് ഹല്ലേലൂയ എന്ന് ആർക്കും. ദൈവഭവനത്തിലേക്ക് ഒരു സഹോദരൻ അശുദ്ധമായ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അത് നാം വിവേചിക്കേണ്ടതും വിവിധിക്കേണ്ടതും അനിവാര്യമാണ്. അത് ഒരു മത്സരത്തിൻ്റെ ആത്മാവോ കലഹത്തിൻ്റെ ആത്മാവോ ആകാം. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ ആ കാര്യങ്ങളാൽ അശുദ്ധമാക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ആ സമയത്ത് സ്വർഗവുമായി ഒന്നായി തീർന്ന എല്ലാവരും എന്തു പറയുമെന്ന് അറിയാമോ? അവർ ഹല്ലേലൂയ എന്ന് പറയും. അങ്ങനെയാണ് ആത്മീയമായി ഈ സമയത്ത് ബാബിലോൺ വിധിക്കപ്പെടുന്നത്. സഭയിലേക്ക് കടന്നു വരുന്ന ബാബിലോണിൻ്റെ ആത്മാവിനെ അങ്ങനെയാണ് നാം വിധിക്കേണ്ടത്. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിലും സഭയിലും കടന്നു വരുന്ന ബാബിലോണിൻ്റെ ആത്മാവിനെ വിധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ കാര്യത്തിൽ നാം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഫിലിപ്പിയർ 2 അധ്യായം 3 വാക്യത്തിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഫിലിപ്പിയിലുള്ളതായ സഹോദരന്മാരെയോ കൊരിന്ത്യൻ സഹോദരന്മാരെയോ തന്നേക്കാൾ കൂടുതൽ ആത്മീയമായി പൗലോസ് അംഗീകരിക്കണമെന്നല്ല അത് അർത്ഥമാക്കുന്നത്. ആത്മീയമായി പൗലോസിനേക്കാൾ ഉയർന്ന ഒരു മണ്ഡലത്തിൽ അവർ ഒരിക്കലും ആയിരുന്നില്ല. ആ വാക്കുകൾ അർത്ഥമാക്കുന്നത് അതല്ല. അടുത്ത സമയത്ത് കർത്താവിൽ വന്ന ഒരു സഹോദരൻ ദൈവം നിയോഗിച്ച ഒരു ശുശ്രൂഷകനേക്കാൾ ഒരിക്കലും ആത്മീയമായി ശ്രേഷ്ഠനല്ല. അതുകൊണ്ട് നാം തിരുവെഴുത്തുകളെ ശരിയായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നാം ആ സഹോദരനെ ബഹുമാനിക്കേണ്ടതുണ്ട്. നമ്മിൽ പ്രവർത്തിക്കുന്ന കർത്താവ് അവനിലും പ്രവർത്തിക്കുമെന്നും കർത്താവിൽ വളരുവാൻ സഹായിക്കുമെന്നും മനസ്സിലാക്കി നാം ആ വ്യക്തിക്ക് ആവശ്യമായ എല്ലാ കരുതലുകളും പ്രോത്സാഹനങ്ങളും നൽകേണ്ടതുണ്ട്. കർത്താവിൽ ആ വ്യക്തിയെ സ്നേഹിക്കുകയും വളരുവാൻ സഹായിക്കുകയും വേണം. അതേസമയം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു തിരുത്തൽ ആവശ്യമായി വരുമ്പോൾ നാം തിരുത്തേണ്ടതും അനിവാര്യമാണ്. ബാബിലോണിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ശരീരത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ആത്മാവാണ്. യഥാർത്ഥത്തിൽ ഈ ആത്മാവിൽ നിന്ന് നാം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനെ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.